നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കരുവാരക്കുണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുൻപിലേക്ക് കാട്ടുപന്നി ചാടി നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ അഴുക്കുചാലിലേക്ക് മറിഞ്ഞു. സംസ്ഥാന പാതയിൽ കണ്ണത്ത് ചീനിപ്പാടത്താണ് അപകടം നടന്നത്. മേലാറ്റൂരിൽ നിന്ന് കാളികാവിലേക്ക് പോവുകയായിരുന്നു കാർ. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രളയസമാന സ്ഥിതി. 84 വീടുകളിലും ഒട്ടേറെ കടകളിലും ഒരു അങ്കണവാടിയിലും വെള്ളം കയറി. ചേലേമ്പ്രയിൽ 9 കുടുംബങ്ങളിൽ നിന്നുള്ള 35 അംഗങ്ങളെ ചേലേമ്പ്ര ALP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചേലേമ്പ്ര കാക്കഞ്ചാരി വളവിൽ പഴയ സ്പിന്നിംഗ് മിൽ ഭൂമിയിൽ നിന്ന് ദേശീയപാത 66 സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് രാമനാട്ടുകര കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചെങ്കുത്തായ ഭൂപ്രദേശം ഏതാണ്ട് 50 മീറ്റർ നീളത്തിൽ ഇടിയുകയായിരുന്നു. 20 മീറ്ററിലേറെ താഴ്ചയിലേക്കാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പരക്കെ നാശം. 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. താനൂരിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ആട്ടപ്പൊടിയുടെ പുത്തൻ കവറുകൾ നമ്പീശൻ റോഡരികിലും വെള്ളത്തിലും തള്ളിയ നിലയിൽ. പുലർച്ചെ മുതലാണ് 100 കണക്കിന് കവറുകൾ കണ്ടത്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പൊളിച്ചിട്ട റോഡുകൾ നവീകരിച്ചില്ല. വാഹനങ്ങൾ കുഴിയിൽ കുടുങ്ങുന്നത് പതിവാകുന്നു. പൊന്നാനിയിൽ KSRTC ബസ് റോഡരികിലെ ചാലിൽ കുടുങ്ങി യാത്ര തടസ്സപ്പെട്ടു. തിരൂർ ചമ്രവട്ടം പ്രധാന പാതയിൽ താഴെപ്പാലം മുതൽ പൊറ്റത്തപ്പടി വരെയുള്ള റോഡിൽ വൈദ്യുതി കേബിളിടാൻ KCB കുഴിച്ച കുഴികൾ പാതി മാത്രം മൂടിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി. രണ്ടത്താണിയിൽ 6 വരിപ്പാതയിൽ നിന്ന് അഴുക്കുചാൽ വഴി പഞ്ചായത്ത് റോഡിലേക്ക് മലിനജലം ഒഴുകിയെത്തിയതോടെ പ്രദേശത്തുകാർ ദുരിതത്തിൽ. മാറാക്കര പഞ്ചായത്തിലെ 1-ാം വാർഡിന്റെയും 20-ാം വാർഡിന്റെയും ഭാഗമായ അയ്യൂബ് ഖാൻ റോഡിൽ ദുരിതത്തിലായ വീട്ടുകാർ വീട്ടിലേക്കുള്ള വഴിക്കല്ലുകൾ പടവ് ചെയ്ത് താൽക്കാലികമായി അടച്ചു. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ 3 കുടുംബങ്ങൾക്ക് വീട് ഒഴിയേണ്ടി വന്നു. വെളിയങ്കോട്ടും പാലപ്പെട്ടി സോമിപ്പടിയിലും 10 വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞു. ദേശീയപാതയിൽ നിന്നുള്ള വെള്ളക്കെട്ടിനെ തുടർന്നാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടി സ്വാമിപ്പടിയിലും വെളിയങ്കോട് പഞ്ചായത്തിലെ SI പടിയിലും വീടുകളിൽ വെള്ളം കയറിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.